അതെ, ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുകയാണ്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്താണെന്ന്. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നൊരു കാര്യമാണ് എന്താ പറയുക, വീഡിയോ ചെയ്യുന്നത്, അഭിനയം. അതൊക്കെ എനിക്ക് ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ ഈ മൊബൈലിനെയാണ്. എൻ്റെ ഈ മൊബൈലില്ലെങ്കിൽ എൻ്റെ പാതി ജീവൻ പോയി എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ എൻ്റെ വണ്ടിയില്ലെങ്കിലും അങ്ങനെ തന്നെ. എനിക്ക് എന്തെങ്കിലും എങ്ങോട്ട് പോകണമെങ്കിലും വണ്ടി വേണം, വണ്ടിയിലാണ് പോവുക. അപ്പോൾ ഇന്നലെ പാട്ട് പഠിക്കാൻ പോയായിരുന്നു. അപ്പം അവിടുന്ന് ഇന്നലെ 6 മണിക്ക് തുടങ്ങിയിട്ട് 10 മണി 10:30 കയറിയ പാട്ട്. ഞാൻ അവിടെ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ, ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ എന്താ പറയുക, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സംസാരിക്കുക, ചിരിക്കുക, തമാശ പറയുക, അതൊക്കെ തന്നെയാണ് ഞാൻ. അത് എന്താണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പം എന്താ പറയുക, അതെങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ മൊബൈലിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ മൊബൈൽ എൻ്റെ ജീവൻ എന്ന് തന്നെ പറയാം. കാരണം ഞാൻ എപ്പോഴും, എനിക്ക് തോന്നുന്നുണ്ട് ഒരു ദിവസം 1000 പ്രാവശ്യമെങ്കിലും ഈ മൊബൈൽ എടുക്കാറുണ്ട്. ഞാൻ ഫേസ്ബുക്ക് നോക്കും, യൂട്യൂബ് നോക്കും, ഇൻസ്റ്റഗ്രാം നോക്കും. ഇതിലൊക്കെ ഞാൻ അഭിനയിച്ച ഒരുപാട് സംഭവങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാനൊരു 3 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അഭിനയിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ആരൊക്കെ കണ്ടു, ആർക്കൊക്കെ ഞാൻ റിപ്ലൈ ആയോ, അവരെനിക്ക് കമൻസ് തന്നിട്ട് അവർക്ക് റിപ്ലൈ കൊടുത്തില്ലല്ലോ, അത് മോശമല്ലേ. അപ്പോൾ ഞാൻ അതിന് പോവും. ഇപ്പം പിന്നെ നോക്കുന്നത് ഫേസ്ബുക്ക് മാമനിപ്പം നമുക്ക് പരസ്യം വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംതിങ് തരും. അപ്പോൾ അത് നോക്കും, പരസ്യം എത്ര വന്നു, ഇതൊക്കെ നോക്കും. അതേപോലെ തന്നെ യൂട്യൂബിൽ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരുപാട് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് കേട്ടോ. യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ എനിക്ക് യൂട്യൂബ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു പേടി പോലെ. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്കുള്ള പിന്നെ ഒരു കൂട്ടുകാരെക്കാട്ടിലും കൂടുതലും എനിക്ക് ഒരുപാട് കൂട്ടുകാരെനിക്കുള്ളത് യൂട്യൂബിലാണ്. യൂട്യൂബിലെന്ന് പറഞ്ഞാൽ അവർ സ്വന്തം കുറേ പെൺപിള്ളേരുണ്ട്. പിന്നെ ചേച്ചിയെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അവരെൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കണ കുറച്ച് പേരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പം എല്ലാവരും ലൈവ് ഇടും എന്നാൽ ലൈവിലാണ് ഇപ്പോൾ ഒരുവിധം. അപ്പം നമ്മൾ ലൈവ് പോകുമ്പോഴൊക്കെ അവർക്ക് നമ്മൾ കാണുക പോലും ചെയ്യാത്ത ആൾക്കാരായിരിക്കും അവർ ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് അവർക്ക്. അയ്യോ ചേച്ചി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ടുഗദർ ലൈവിലൊക്കെ ഞാൻ കയറണം എന്ന് അവർ പറയും. അപ്പം നമ്മൾ കയറും, അവിടെ പാട്ട് പാടും, പിന്നെ എന്താ പറയുക, മിമിക്രി, ചിരി, തമാശ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കതും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പം ടുഗദർ ലൈവിലൊക്കെ പോയിട്ട് സംസാരിക്കുന്നതും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. അല്ലാതെ മറ്റൊരു സന്തോഷത്തിലേക്കും നമ്മൾ പോവാറില്ല. ഈ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും, കാരണം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കൂട്ടുകാരി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ മൊബൈലാണ്. അപ്പോൾ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം നെറ്റ് വർക്കാവും. അപ്പോൾ എനിക്കൊരു തരം ഭ്രാന്താണ്. അയ്യോ കറണ്ട് പോയി എപ്പോഴാണ് വരിക എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ്. അപ്പം നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും ഇതുവരെ സപ്പോർട്ടാണെന്ന് എനിക്കറിയാം. ഇപ്പം ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അങ്ങോട്ടും ഞാനൊരു പാവമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു
ഗുഡ് നൈറ്റ് പറയാണ്. ഒക്കെ ബൈ.